കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രവർത്തനവും ഒരു പ്രത്യേകതയുള്ളതാണ്. സഡോക്കോ കൊക്കുകളെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സഡോക്കോ കൊക്കും ഹിരോഷിമ ദിനവും എന്താണ് ബന്ധം? അതിനെക്കുറിച്ചുള്ള ഈ വിവരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ ദിനം കൂടി. 1945 ഓഗസ്റ്റ് 6 തിങ്കളാഴ്ച രാവിലെ 8:15 ജപ്പാനിലെ നഗരമായ ഹിരോഷിമയിൽ ലോകത്തെ ആദ്യത്തെ അണുബോംബ് വീണത്. അമേരിക്കയുടെ അണ്വായുധ നിർമ്മാണ പദ്ധതിയായിരുന്ന മാൻഹട്ടൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിർമ്മിച്ച സമ്പുഷ്ട യുറേനിയം ബോംബായിരുന്നു ഹിരോഷിമയിൽ വീണ ലിറ്റിൽ ബോയ്. 1.5 ലക്ഷത്തോളം മനുഷ്യരെ നിമിഷാർത്ഥം കൊണ്ട് ആ ബോംബ് ചുട്ടുചാമ്പലാക്കി. 1939 സെപ്റ്റംബർ 1 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ട് അന്നേക്ക് 6 വർഷത്തോളമായിരുന്നു. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 37,000-ഓളം പേർക്ക് ആണവ വികിരണത്താൽ ഗുരുതരമായി പൊള്ളലേറ്റു. അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരുമായ 4 ലക്ഷത്തിലധികം ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് പിന്നീട് നരകിച്ചു മരിച്ചു. ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഹിരോഷിമയിലെ അണുബോംബ് വിസ്ഫോടനത്തിൻ്റെ ബാക്കിപത്രമായിരുന്നു ജപ്പാനിലെ ഒരു നഗരത്തിൽ താമസിച്ചിരുന്ന സഡാക്കോ എന്ന പെൺകുട്ടി. ഹിരോഷിമ എന്ന നഗരം കത്തിച്ചാമ്പലാവുന്ന സമയം അവൾക്ക് 2 വയസ്സ് പ്രായമായിരുന്നു. അണുബോംബ് വിസ്ഫോടനത്തിൻ്റെ അനന്തരഫലമായി അവൾക്ക് ലുക്കീമിയ എന്ന മാരകമായ അസുഖം പിടിപെട്ടു. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതിയെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. രക്താർബുദത്തെ തോൽപ്പിക്കുവാൻ 1000 കുറ്റികളെ നിർമ്മിക്കുവാനായിരുന്നു 12 വയസ്സുകാരി സഡാക്കോയുടെ ശ്രമം. 644 കടലാസ് കുറ്റികൾ എത്തിയപ്പോഴേക്കും മരണം അവളെ വന്നു വിളിച്ചു. ഇന്നല്ല, 1985 ഒക്ടോബർ 25 സഡാക്കോയ്ക്ക് വേണ്ടി അവളുടെ സുഹൃത്തുക്കൾ 1000 കുറ്റികളെ തികച്ചു. അവളുടെ ശരീരത്തിനൊപ്പം അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് ലോകം അവളെക്കുറിച്ചെന്ന പോലെ അവളുടെ കുറ്റികളെ ഓർത്ത് വിതുമ്പി. കാരണം ലോകത്തിനാകെയും ഒരു പാഠമായിരുന്നു അവളുടെ ജീവിതം. ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക വീഴ്ത്തിയ അണുബോംബാണ് സഡാക്കോ സസാക്കി എന്ന കൊച്ചു പെൺകുട്ടിക്ക് ലുക്കീമിയ അസുഖം നൽകിയത്. സ്വന്തം ജനനവും മരണവും അവളല്ല തീരുമാനിച്ചത്. പക്ഷേ അവളുടെ വിധി യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു. സഡാക്കോയും അവളുടെ കൊക്കുകളും ലോക സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായി ഇന്നും ജീവിക്കുന്നു. സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് സമചതുരം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മടക്കി ബാക്കി ഭാഗം വെട്ടിക്കളയണം. പേപ്പർ കൊണ്ടാണല്ലോ നമ്മൾ കൊക്കിനെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒറിഗാമി എന്ന് പറയുന്നു. ഒറിഗാമി എന്നത് ഒരു ജാപ്പനീസ് പദമാണ്. ഇപ്പം നമ്മളൊരു സമചതുരത്തിൽ പേപ്പർ മുറിച്ച് കഴിഞ്ഞു. ഇനി ഈ പേപ്പറിനെ നീളത്തിലും വീതിയിലും 2 കോണോടും മടക്കണം.
അപ്പോൾ ഇതുപോലെ നമുക്ക് പല മടക്കുകൾ കിട്ടി. ഇനി പേപ്പറിൻ്റെ 2 കോണുകളും ഇതുപോലെ പിടിച്ച് നടുവിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ പേപ്പർ നമുക്കൊന്ന് അമർത്തി വെക്കാം. ഇതിൽ കാണുന്നത് പോലെ പേപ്പറിൻ്റെ വശങ്ങൾ നടുവിലേക്ക് ചെറുതായി മടക്കുക. നാല് വശങ്ങളും ഇതുപോലെ മടക്കുക. ഇതിൽ കാണുന്നത് പോലെ ഇതിൻ്റെ 2 വശങ്ങളും തുറക്കുക. എന്നിട്ട് പേപ്പറിൻ്റെ അരികുകൾ ഉള്ളിലേക്ക് മടക്കുക. പേപ്പറിൻ്റെ മറ്റേ വശവും ഇതുപോലെ തന്നെ തുറന്ന് മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് വിടവുള്ളതായിട്ട് നമുക്ക് കിട്ടും. വിടവുള്ള കോണിനോട് ചേർന്ന വശങ്ങൾ ഒന്നും കൂടി ചെറുതായി മടക്കുക. പേപ്പറിൻ്റെ മറുഭാഗത്തെ വശങ്ങളും ഇതുപോലെ മടക്കേണ്ടതുണ്ട്. ഇനി പേപ്പറിൻ്റെ വശങ്ങൾ ഇതുപോലെ തുറക്കുക. എന്നിട്ട് വിടവുള്ള കോണ് അകത്തേക്ക് മടക്കുക. മറ്റേ വശവും ഇതുപോലെ തന്നെ ചെയ്യുക. പുറത്തെ 2 ഭാഗങ്ങൾ കൊക്കിൻ്റെ ചിറകുകളാണ്. അത് നമ്മൾ പുറത്തേക്ക് വിടർത്തുക. ഉള്ളിൽ കാണുന്ന പേപ്പറിൻ്റെ 2 അറ്റങ്ങളും പുറത്തേക്ക് വലിക്കുക. ഒരറ്റം ചുണ്ടും ഒരറ്റം വാലുമാണ്. ഇപ്പം നമ്മളൊരു കൊക്കിനെ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളും ഇതുപോലൊരു കൊക്കിനെ ഉണ്ടാക്കി നോക്കുക.